വിജയ് ഫാനായ സംവിധായകൻ വെങ്കട് പ്രഭു വിജയ് ആരാധകർക്ക് തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ എഴുതി അവതരിപ്പിച്ച സിനിമ. അതാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ട്. സിനിമയുടെ പേര് മുഴുവനായി എടുത്ത് വായിച്ചാൽ എക്കാലത്തെയും മഹത്തായതെന്ന് അർത്ഥം. എന്നാൽ സിനിമയ്ക്ക് ആ അർത്ഥത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രേക്ഷക പ്രതികരണം വ്യക്തമാക്കുന്നത്. ടൈറ്റിലിൽ എ വെങ്കട് പ്രഭു ഹീറോ എന്ന് എഴുതി കാണിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ തിരിച്ചറിയുന്നുണ്ട് ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നയാൾ ഡൈഹാർഡ് ഫാൻ ആണെന്ന്. അതുകൊണ്ട് തന്നെ തന്റെ നായകനെ കൊണ്ട് അയാൾ എന്തും ചെയ്യിക്കും. തങ്ങളുടെ നായകനെ വെള്ളിത്തിരയിൽ കാണുന്ന കാഴ്ചക്കാർക്ക് എന്തും കാണാനുമാവും. ആരാധകർ കൈയടിക്കും, അല്ലാത്തവർക്ക് അല്പം ചടയ്ക്കും. ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് രണ്ട് വിജയിമാരെ ആദ്യാവസാനം കണ്ടിരിക്കുന്ന ആരാധക സുഖം അവസാനത്തിലേക്ക് എത്തുമ്പോൾ 4 വിജയിമാരിലേക്ക് എത്തും. നായകന്റെ കൂടെ നിൽക്കണോ വില്ലന്റെ കൂടെ നിൽക്കണോ എന്നതായിരിക്കും ആരാധകരുടെ സംശയം. ഇതിൽ ആരാണ് നായകനെന്നും വില്ലനുമെന്നുമുള്ളത് അവർ തന്നെ തീരുമാനിക്കുകയും വേണം. ഒറ്റ രാത്രി കൊണ്ട് കെനിയയിലും തായ്ലൻഡിലും ഒക്കെ പോയി തിരികെ ഇന്ത്യയിൽ എത്തുന്നതൊക്കെ കടുത്ത ആരാധകർക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാമെങ്കിലും ശരാശരി സിനിമാ പ്രേക്ഷകർ അതിനെയൊക്കെ പരിഹസിച്ചു തള്ളാനുള്ള സാധ്യതയുണ്ട്. ചെന്നൈയിൽ, ന്യൂഡൽഹിയിൽ, കെനിയയിൽ, തായ്ലൻഡിൽ, റഷ്യയിൽ തുടങ്ങി ക്യാമറയുമായി സിനിമ പലയിടങ്ങളിൽ കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ ചെപ്പോക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അവസാനിക്കുകയാണ്. സ്റ്റേഡിയത്തിന് മുകളിൽ 2 വിജയിമാർ. താഴെ ക്രീസിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിച്ച് സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണി. ആകെ കൂടി ഹീറോയിസത്തിന്റെ പൂരപ്പറമ്പ്. അച്ഛൻ മകൻ ബന്ധത്തിലേക്ക് വില്ലൻ ഒരുക്കുന്ന ബ്രെയിൻ വാഷ് ആണ് കഥയുടെ ത്രെഡ്. ആന്റി ടെറർ സ്ക്വാഡിൽ പ്രവർത്തിക്കുന്ന 4 പേർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നടത്തുന്ന ഓപ്പറേഷനുകൾ പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് ചെയ്തിട്ടുള്ളത്. 2008 കെനിയയിൽ നടത്തുന്ന തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ രംഗങ്ങൾ ഹോളിവുഡ് സിനിമ പോലെ കണ്ടിരിക്കുന്നവർക്ക് തോന്നിയേക്കും. തീവണ്ടിയും ഹെലികോപ്റ്ററും ജീപ്പ് ഡ്രൈവിംഗും വെടിവെപ്പും സ്ഫോടനവും എല്ലാം ചേർന്ന് മാസിനം. സിനിമയിലെ നായകനായ ഗാന്ധി അഹിംസാ സിദ്ധാന്തക്കാരനൊന്നുമല്ല. എങ്കിലും ചോര കണ്ടാൽ അയാൾക്ക് ചെറുതായി ഓക്കാനം വന്നേക്കും. ഗാന്ധി ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും ജവഹർലാൽ നെഹ്റുവിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും പ്രതീക്ഷിക്കണം. അതെ, ആ പ്രതീക്ഷ തെറ്റില്ല. അവർ രണ്ടുപേരും വന്നു പോകുന്നുണ്ട്. സിനിമയിലെ കഥാപാത്രം ചോദിക്കുന്നത് പോലെ 1947 പിന്നിലേക്ക് സഞ്ചരിച്ചുവോ എന്ന പേരുകൊണ്ട് സംശയം തോന്നിയേക്കും. ഗാന്ധി വേഷമിട്ട പലരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഗാന്ധി തന്നെ വേഷമിട്ട് വരുന്നത് ആദ്യമായാണ് കാണുന്നത് എന്ന തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ സിനിമയിലുണ്ട്. വെടിയുടെയും പുകയുടെയും ഇടയിൽ ഇത്തരത്തിൽ കൗതുകം തോന്നിക്കുന്ന ഡയലോഗുകൾ വേറെയുമുണ്ട്. അടിയും ഇടിയും വെടിയും മാത്രമല്ല, ആവശ്യത്തിന് സെന്റിമെന്റ്സും പാട്ടും നൃത്തവും കുടുംബ ബന്ധങ്ങളും എല്ലാം ചേർത്ത് ആദ്യ പകുതി ബാലൻസ് ചെയ്യുന്നതിനാൽ ഒരു വിഭാഗം പ്രേക്ഷകരെ ചിത്രം തൃപ്തിപ്പെടുത്തുന്നുണ്ട്. രണ്ടാം പകുതി അച്ഛന്റെയും മകന്റെയും നേർക്കുനേർ കാഴ്ചകളാണ്. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ടൈറ്റിലിൽ സംവിധായകന്റെ ഹീറോയുടെ സിനിമയാണിതെന്നാണ് പറയുന്നതെങ്കിലും എന്റെ ടൈറ്റിലിൽ എ വെങ്കട് പ്രഭു വില്ലൻ എന്നും വരുന്നുണ്ട്. ഗോട്ടിലെ നായകൻ ഗാന്ധിക്ക് പുറകെ രണ്ടാം ഭാഗമായി വില്ലൻ ജീവൻ എന്ന സഞ്ജയ് വരുമെന്ന പ്രതീക്ഷ നൽകുന്നതാണ് ഈ എഴുത്ത്. AGS എന്റർടൈൻമെന്റ്സ് നിർമ്മിച്ച ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിനെ സയൻസ് ഫിക്ഷൻ എന്നുകൂടി അണിയറ പ്രവർത്തകർ വിശേഷിപ്പിച്ചിരുന്നു. ആദ്യ ഭാഗത്ത് യുറേനിയം ഉപയോഗിച്ച് നടത്തുന്ന ഒരു പരീക്ഷണവും ഒടുവിൽ രണ്ടാം ഭാഗത്തിന്റെ സൂചനയിൽ ക്ലോണിംഗും വരുന്നതൊഴിച്ചാൽ സയൻസ് ഫിക്ഷൻ എന്ന തോന്നലുകളൊന്നും സിനിമ നൽകുന്നില്ല. യുവൻ ശങ്കർ രാജയുടെ സംഗീതം അത്ര മികച്ചതായി സിനിമയിൽ കാണാനാവില്ല എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായവും. സിദ്ധാർത്ഥ ന്യൂനിയുടെ ഛായാഗ്രഹണം മികവുറ്റതാണ് എന്ന അഭിപ്രായമുണ്ട്. അതോടൊപ്പം വെങ്കട് രാജന്റെ എഡിറ്റിംഗും മികച്ചു നിൽക്കുന്നുണ്ട്.